കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ KPCCക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് സണ്ണി ജോസഫ്. എന്നാൽ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. KPCC അധ്യക്ഷ പദവിയിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഡൽഹിയിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നില്ല. നേതാക്കളെല്ലാം ജന്തർ മന്ദറിലെ സമരവേദിയിലായതിനാലാണ് നടപടികൾ വൈകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് PK ശ്രീമതി ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ വ്യാജ പ്രചരണം ദൗർഭാഗ്യകരമാണ്. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഉത്തരവാദി കഴിഞ്ഞ LDF സർക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ സർക്കാർ ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി കരാറുകൾ ഉണ്ടാക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. 2 മാസം മുൻപ് മാത്രം അധികാരത്തിലേറിയ പുതിയ സർക്കാരിന് പെട്ടെന്ന് ഇത് പരിഹരിക്കാനാകില്ലെന്നും അതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എല്ലാ വീടുകളിലും മെഴുകുതിരി കത്തിക്കണമെന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. നിങ്ങളെ ആ കാര്യങ്ങൾ അറിയിക്കും, തക്ക സമയത്ത് തീരുമാനം വന്നാൽ എന്നെയും അറിയിക്കും, നിങ്ങളെ അറിയിക്കും. ഞാൻ ഇന്നലെ കാസർഗോഡ് നിന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ പരാതി വന്നാൽ അന്വേഷിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരാതി വരട്ടെ, നമുക്ക് അതിന്റെ പരാതിയുടെ സ്വഭാവം നോക്കി ആവശ്യമായ അന്വേഷണം അതവരെ പരിശോധിക്കേണ്ട വിഷയമാണ്. പാർട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDF കമ്മിറ്റിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ഇതുവരെ നേരിട്ടാരും പരാതി തന്നിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് ഞാൻ ഇന്നലെ കാസർഗോഡ് നിന്ന് മാധ്യമ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് KPCCയോ UDF അന്വേഷിക്കുന്നതിന് ഉപരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നല്ലേ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ അവർക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അല്ല, അതിനകത്ത് KPCC